വെൽക്കം ടു സൗഖ്യത. ഇന്ന് റാഗി അല്ലെങ്കിൽ കുരുവ കൊണ്ടുള്ള 3 വിഭവങ്ങളാണ് പരിചയപ്പെടുത്തുന്നത്. എന്തൊക്കെയാണെന്ന് നോക്കാം. കുരുവ നന്നായിട്ട് പൊടിച്ചത്, കുറച്ച് ഗോതമ്പാവ്, രണ്ടും കുഴച്ച് ഒരു കുഴക്കട്ടാതെ മുളപ്പിച്ച പയറിൻ്റെ ഇലയും ചേർത്ത് കടുക് വറുത്തു കുഴക്കട്ട ഉപ്പുമാവാക്കിയത്, കൂടെ ഇതും ഗോതമ്പാവുകളെ ഉരട്ടിയും അതുപോലെ തന്നെ ഇലയുടെയും ഓരോന്നായിട്ട് നോക്കാം എങ്ങനെയാണെന്ന്. നമുക്ക് മിക്സ് ചെയ്യാം. ഗോതമ്പാവിലേക്ക് കൂരവ്, കുറച്ച് ഉപ്പ്, കുറച്ച് നെയ്യ്, മാവ് സോഫ്റ്റ് ആവാനായിട്ട്. പിന്നീട് കുറച്ച് വെളിച്ചെണ്ണ അല്ലെങ്കിൽ നല്ലെണ്ണ. കുറേശ്ശെ വെള്ളം ചേർക്കാം. ഇനി നമുക്ക് കുഴയ്ക്കാം നന്നായി. കൂര വല്ല റാഗിപ്പൊടി മാത്രം കുഴച്ചുണ്ടാക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പം അത് ചിലർക്ക് ഇഷ്ടപ്പെടില്ല. ഗോതമ്പാവ് അല്ലെങ്കിൽ ചാമപ്പൊടിയൊക്കെ ചേർക്കുമ്പോൾ ഒരു ഇഷ്ടപ്പെടുന്നൊരു ടേസ്റ്റായിട്ട് മാറും. അതുകൊണ്ടാണ് ചേർത്തത്. കുറച്ചുകൂടി വെള്ളം ചേരും. മാവ് കുഴച്ചു, കുറച്ച് മാവ് മാറ്റി വയ്ക്കുകയാണ് ഇലയിടയ്ക്ക്. അടുത്തത് കുഴക്കട്ടയ്ക്കും ഇലയിടയ്ക്കുമായിട്ട് ജീരകം ചേർത്തു. തേങ്ങ കുറച്ച് കൂടുതൽ വേണം. നന്നായി കുഴയ്ക്കാം. ഉരുവപ്പൊടിയിലേക്ക് ഉപ്പ്, ശകല നെയ്യ്, കൂടെ വെളിച്ചെണ്ണ അല്ലെങ്കിൽ നല്ലെണ്ണ ചേർക്കാം. അതിൽ വെളിച്ചെണ്ണയാണ് ചേർത്തത്. ജീരകം, തേങ്ങ, നമ്മൾ കുഴക്കട്ടയെ ഉരുട്ടി വെച്ചിരിക്കുകയാണ്. അടുത്ത നമുക്ക് ഇലയുടെ പരത്താം. അരി കൊണ്ടുള്ള അടയും മറ്റും കഴിക്കുന്നതിന് പകരം റാഗി അല്ലെങ്കിൽ മറ്റ് മില്ലറ്റുകൾ, ചാമ, തിന തുടങ്ങി കൊണ്ടുള്ള ഉരട്ടി വളരെ സ്വാദിഷ്ടമാണ്, ആരോഗ്യപ്രദവുമാണ്. ഒന്നും കൂടി പരത്താം. നമുക്ക് കുറച്ച് മാവിലേക്ക് അട മധുരമുള്ളത് ഉണ്ടാക്കാം. കുറച്ച് തേങ്ങയകത്ത് കുഴച്ചതാണ്. മടക്കാം.
പരത്തി. നമ്മൾ കുഴക്കട്ട കുഴച്ച് വെച്ചു. തേങ്ങയും ശർക്കരയും ഇട്ട് മാറി വെച്ചത് ഇലയിൽ ആവി വേവിക്കാനുള്ള ഇലയിലേയും റെഡിയാക്കി അടുത്തത് ഉരട്ടിയാണ് പരത്തിയെടുക്കുക. ഇത് ദോശക്കല്ലിലാണ് ചുട്ടെടുക്കുന്നത്. കനം കുറച്ച് പരത്തുകയാണ് നല്ലത്. ഗ്യാസ് കത്തിച്ച് ആവി പാത്രം വെച്ചു. കുഴക്കട്ട ആവി വയ്ക്കാൻ വയ്ക്കാം. തേങ്ങയും ജീരകവും കൂരവും ഗോതമ്പും കൂടി ചേർത്ത് കുഴച്ചാണ്. അതിനോടൊപ്പം നമ്മൾ കുഴച്ച് വെച്ച ഇലയുടെയും വയ്ക്കാം. ആവിയിൽ വേവട്ടെ. കുഴക്കട്ടയും ഇലയുടെയും വേവുന്ന നേരത്ത് നമുക്ക് ഉരട്ടി ദോശക്കല്ലിൽ ഇടാം. ഒന്ന് അടച്ചു വെച്ചു. ഇടയ്ക്ക് നോക്കിക്കോണം മൂത്ത് പോകുന്നോന്ന്. ഉരട്ടി വേവായി നമുക്ക് നോക്കാം. തിരിച്ചിട്ടു. അടയ്ക്കാം. ഉരട്ടി മൊരിഞ്ഞു. ശകലം നെയ്യ് ഞാൻ ഇതിനകത്ത് നോൺ സ്റ്റിക്ക് ഇട്ടിരുന്നു. ഇല എവിടെ വാങ്ങി വയ്ക്കാം. പാകമായി. നമ്മുടെ കുഴക്കട്ട കുഴക്കട്ടയും പാകമായി. ഇലയുടെയും പാകമായി. കുഴക്കട്ട കടുവാക്കുകയാണ്. വെളിച്ചെണ്ണ ഒഴിച്ചു. കടുകിട. മുളക്, പച്ചമുളക്, ഉഴുന്ന് പരിപ്പ്, കടലപ്പരിപ്പ്. കടുകിട്ടു, പച്ചമുളക് ഇട്ടു, ഉഴുന്ന് പരിപ്പിട്ടു, കടലപ്പരിപ്പിട്ടു. ഉഴുന്ന് പരിപ്പും കടുക്, മുളക്, ഉഴുന്ന് കൂടാതെ സവാളയും ശേഷം ഇഞ്ചിയും കറിവേപ്പിലയും. ഇത് മുളപ്പിച്ച പയറിൻ്റെ ഇല 4 ദിവസമായതാണ്. അതും മുറിച്ചതിനകത്തിടാം. പയറിൻ്റെ ഇല കട്ട് ചെയ്ത് ചേർക്കുകയാണ്. കുറച്ച് ഉപ്പ്, കുറച്ച് മുളക് പൊടി, കുറച്ച് മതി, ശർക്കര, മഞ്ഞൾപ്പൊടി, ഇതൊക്കെ ചേർക്കും.
നമ്മുടെ കുഴക്കട്ട കഷ്ണങ്ങളാക്കിയത് ചേർത്തു. കുറച്ച് തേങ്ങയും കടുക് വറുത്ത മിശ്രിതത്തിലേക്ക് ഉഴുന്നുപരിപ്പ്, കടുക്, പച്ചമുളക്, അതുപോലെ കടലപ്പരിപ്പ് ഒക്കെ ചേർത്ത് പയറില 4 ദിവസം അതും മൈക്രോഗ്രീൻ ഇല അതും ചേർത്ത് മുളക് പൊടിയും മഞ്ഞളും ഉപ്പും ചേർത്ത് ഇത് ഈ കുഴക്കട്ടയെ ചെറുതാക്കി അരിഞ്ഞ് ചേർത്ത് അങ്ങനെ നമ്മുടെ 3 വിഭവം റെഡിയായി. കുഴക്കട്ട കുഴക്കട്ട കൊണ്ട് സാധനങ്ങളൊക്കെ മിക്സ് ചെയ്ത് കടുക് വറുത്ത് ഒരു ഉപ്പുമാവ് പോലെ. മറ്റേ ഇത് ആവി വേവിച്ച ഇലയട, ഇത് ഓട്ടട, ഇലൊറട്ടി. അങ്ങനെ പൂവരയില റാഗി കൊണ്ടുള്ള 3 ആരോഗ്യ പ്രാധാന്യമുള്ള 3 വിഭവങ്ങൾ റെഡിയായി. പ്രമേഹം മറ്റ് രോഗങ്ങളുള്ളവർക്കും പെട്ടെന്ന് വിശക്കാതിരിക്കാനും വളരെയധികം പോഷകം ലഭിക്കുന്നതിനും പറ്റിയ വിഭവമാണെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. നമസ്കാരം.